ഹായ് ഫ്രാൻസ്, മലപ്പുറം വഴിയുള്ള സൗജന്യ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. മലപ്പുറത്തെ 2 റീച്ചിലും 90% വർക്കുകൾ അവസാനിച്ചു കഴിഞ്ഞു. ലൈൻ മാർക്കിടലും സൈൻ ബോർഡ് സ്ഥാപിക്കലും ക്യാമറ വർക്കും എക്സിറ്റ് എൻട്രി പോയിന്റും എല്ലാം ഇടുന്ന വർക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ്. അതിൻ്റെ കൂടെ തന്നെ വെട്ടിച്ചിറ ടോൾ പാസയുടെ വർക്കും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ടോൾ സിസ്റ്റമാണ് ഇവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ മേലിൽ നിന്നാണ് ടോളിൻ്റെ ഫുൾ കൺട്രോളും. ബ്ലോക്ക് ഒഴിവാക്കാൻ 10 ഗേറ്റുകളാണ് ഇവിടെ ഉള്ളത്. നിലവിൽ ഇവിടെ ഇപ്പോൾ 2 വഴികളിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തിവിട്ട് ബാക്കി ഭാഗത്ത് മൊത്തം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ മേൽഭാഗത്ത് നിന്നാണ് കൺട്രോൾ. മേൽഭാഗത്തെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. താഴത്തെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തരം വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ സഞ്ചരിക്കാനുള്ള ട്രാക്കുകൾ വേറെ വേറെ ഉണ്ടാകും. കാറുകൾക്ക് വേറെ, വലിയ വാഹനങ്ങൾക്ക് വേറെ. വെട്ടിച്ചിറ കഴിഞ്ഞ് വളാഞ്ചേരി ഭാഗത്തേക്ക് വരുമ്പോൾ കരിപ്പോൾ ഓവർപാസിൻ്റെ താഴെ ദേശീയപാതയുടേതായ വർക്ക് തീരാനുണ്ട്. ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. ഇവിടെ ഹൈവേക്കായി മണ്ണെടുക്കുമ്പോൾ വലിയ വലിയ പാറകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. കരിങ്കൽ പാറകൾ വളരെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. ഇതുപോലെ വലിയ വലിയ പാറകളുള്ള ഭാഗത്താണ് KNRCൻ്റെ വർക്ക് അല്പം നിന്ന് കിടക്കുന്നത്. കൂടുതൽ മെഷീനറീസ് ഉപയോഗിച്ച് ഇവിടുത്തെ വർക്കൊക്കെ പെട്ടെന്ന് തീർക്കാൻ നോക്കുന്നുണ്ട് KNRCയിൽ. വെട്ടിച്ചിറ കഴിഞ്ഞ് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ നിർമ്മാണം പൂർത്തിയായി ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഭാഗങ്ങളാണ് കാണാനാവുക. പലയിടത്തും ദിശാ ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങി. അതുപോലെ എക്സിറ്റ് എൻട്രി പോയിന്റുകളും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കരിപ്പോൾ ഓവർപാസിനിടയിൽ കണ്ടതുപോലെ വലിയ വലിയ പാറകൾ ഇവിടങ്ങളിൽ നിർമ്മാണ സമയത്ത് തടസ്സമായിരുന്നു. അതൊക്കെ നീക്കിയാണ് ഇതുപോലെ റോഡൊക്കെ ആക്കിയിരിക്കുന്നത്. ഇത് പുത്തനത്താണി ഭാഗമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഹൈവേ കണ്ടില്ല, ഫുൾ സെറ്റാണ്.
അതിനുമട രണ്ടത്തന ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ മുഴുവനായും ഹൈവേയുടെ വർക്ക് ഫിനിഷ് ചെയ്തതായി കാണാം. ചനക്കൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി വർക്ക് ഇവിടങ്ങളിൽ ബാക്കിയുണ്ട്. സോയിലിങ്ങിൻ്റെ വർക്ക് നടന്നു വരികയാണ്. റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ഗതാഗത യോഗ്യമാണ്. ലൈൻ മാർക്കിംഗ്, ഡിവൈഡറിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട് ഇനി. ചനക്കൽ കഴിഞ്ഞതിന് ശേഷം കോട്ടക്കൽ ബൈപ്പാസിലേക്ക് കയറി സ്വാഗതമാട് ഓവർപാസ് വഴി യു ടേൺ ചെയ്താണ് കോട്ടക്കൽ ഭാഗത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുക. നേരിട്ട് കോട്ടക്കലിലേക്ക് തിരിയുന്ന റോഡൊക്കെ അടച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. കൂടുതൽ ഹൈവേ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.